അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കുക ഇന്ന് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നുന്നു. അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കുമ്പോഴേക്ക് വായിലൂടെ കഫം വരുന്നു. എന്തുകൊണ്ടാകുന്നു ഇത്തരത്തിലുള്ള കഫം കെട്ടിക്കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്, പനി പോലെയുള്ള അസുഖങ്ങൾ വന്നതിന് ശേഷം തൊണ്ടയിലുണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻ, അക്യൂട്ട് ഫാരിഞ്ചൈറ്റിസ് പോലെ ഉള്ള ആ ഇൻഫെക്ഷൻ, അത് പൂർണ്ണമായും ചികിത്സിക്കാത്തത് മൂലം അവിടെ തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില കഫങ്ങളാണ്. അത് തൊണ്ടയിലെ മ്യൂക്കസ് സെക്രീഷൻ കൂടുതലാകുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്തും മറ്റുമൊക്കെ അവിടെ കഫമുണ്ടായി വരുന്നു. മറ്റൊന്ന്, സൈനസിലുണ്ടാകുന്ന പ്രശ്നം, സൈനസൈറ്റിസ് പോലെ നമ്മുടെ ശരീരത്തിലെ സൈനസിലെ കഫം കെട്ടിക്കിടക്കുന്ന ആ കഫം ഈ തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് മറ്റൊരു കാരണം. പിന്നെ ഒന്ന്, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ശ്വസന നാളികളിലൊക്കെയുള്ള കഫങ്ങൾ, അത് വായിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ. ഇത് മൂന്നും കൂടാതെ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട്, ഗേഡ് എന്ന് പറയും, ഗ്യാസ്ട്രോ ഈസോഫാജിക് റിഫ്ലക്സ് ഡിസീസ്, അത് മൂലം നമ്മുടെ വയറ്റിലുള്ള ആമാശയത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ അത് വായിലേക്ക് കയറി വന്ന് അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് കയറി വന്ന് അതുമൂലമുണ്ടാകുന്ന മ്യൂക്കസ് അല്ലെങ്കിൽ വളുവളുത്ത ദ്രവങ്ങൾ പുറത്തേക്ക് വരാം. ഇങ്ങനെ ഈ 4 കാരണങ്ങൾ കൊണ്ടാകുന്നു പ്രധാനമായിക്കൊണ്ടും തൊണ്ടയിൽ കഫം വരുന്നത്. ഏത് കാരണം കൊണ്ടാകുന്നു ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സൈനസ് കെട്ടിക്കിടക്കുന്ന കഫം കൊണ്ടാണ് മിക്ക ആളുകളിലും കഫം കാണുന്നത്. അപ്പോൾ ആ സൈനസൈറ്റിസിന് വേണ്ട, സൈനസിൻ്റെ ഇൻഫ്ലമേഷൻ മാറുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത് ആവി പിടിക്കുക എന്നുള്ളത് തന്നെയാകും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആവി പിടിക്കുക, സൈനസിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ, ആ കഫത്തെ നമ്മൾ പുറത്തേക്ക് കളയാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും വിക്സ് പോലെയുള്ള വേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കരുത്. സാധാ നോർമൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. ആ നോർമൽ വെള്ളത്തിൽ നമ്മൾ ആവി പിടിക്കാം. അതിലേക്ക് വേണമെങ്കിൽ അല്പം ഒരു ഉപ്പിടുകയോ കുറച്ച് മഞ്ഞളിടുന്നത് നല്ലതാണ്. ഉപ്പ് ശരിക്ക് നമ്മുടെ ആ സൈനസിലുള്ള കഫത്തെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കും. എന്നാൽ നമ്മൾ വിക്സ് പോലെയുള്ള വേപ്പറൈസർ നമ്മളിടുന്ന സമയത്ത് അത് ആ സമയത്ത് അവിടെ ഒരു ഡ്രൈനസ് ഉണ്ടാക്കുക, അവിടെ ആ കഫത്തെ ഇത് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും കഫത്തെ പൂർണ്ണമായും പുറത്തേക്ക് കളയുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഗേഡ് കൊണ്ട് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജിക് റിഫ്ലക്സ് ഡിസീസ് കൊണ്ട്, വയറ്റിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കഫങ്ങൾ തൊണ്ടയിൽ വരാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഭക്ഷണ രീതിയാകുന്നു അതിനുള്ള ഒരു കാരണം. പ്രധാനമായിക്കൊണ്ട് നമ്മൾ രാത്രിയിലെ നേരം വൈകിയുള്ള ഭക്ഷണം കഴിക്കൽ, അഥവാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉടനെ ഉറങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പുള്ള ഫ്രൂട്ട്സ് കഴിക്കൽ തുടങ്ങിയ അവസ്ഥകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശീലം ഒഴിവാക്കിയെടുത്താൽ അവർക്ക് ഈ പ്രശ്നം മാറും. അത്തരത്തിലുള്ള ഗേഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുളിച്ചിത്തേട്ടലുകളും ഏമ്പക്കവും നെഞ്ചിരിച്ചിൽ പോലെയുള്ള ലക്ഷണങ്ങൾ കൂടെ കാണുന്നതാണ്. അപ്പോൾ എന്താകുന്നു നമ്മൾ ഈ കഫം കെട്ടിക്കിടക്കാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പൂർണ്ണമായി നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. കൃത്യമായ രീതിയിൽ ഡോക്ടറുടെ അടുത്ത് പോയി മെഡിസിൻ കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ നമ്മുടെ ജീവിതശൈലിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്കതിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാൻ സാധിക്കുന്നതാണ്.